ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ നമ്മൾ എം ആർ എം ആർ തന്നെ തോന്നുന്നു കേട്ടോ, എം ആർ മാളിൽ എത്തിയിട്ടോ. നമ്മൾ എന്താ പറയുക, മെട്രോ കയറി, റോഡിൽ കൂടെയുള്ള മെട്രോ കയറി. എന്നിട്ട് നമ്മളിവിടെ എത്തിയിട്ടോ. എം ആർ മാൾ ഡയറക്റ്റ് അങ്ങോട്ട് കയറാനൊന്നും പറ്റൂല. അതിന് ഇതങ്ങനെ കുറച്ച് എന്താ പറയുക, നൂലാമാലകളൊക്കെ ഉണ്ട്. മനുവാണ് ഞങ്ങളുടെ വഴികാട്ടി. മനു ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പോയാൽ അങ്ങനെ ഒരു ലിഫ്റ്റല്ല, മറ്റേ സാധനം ഉണ്ടല്ലോ. ഈ സാധനത്തിന് എനിക്ക് എങ്ങനെ പറയാനറിയില്ല കേട്ടോ. ഞാനെന്തിന് എസ്കലേറ്ററിൻ്റെ ചെറുതെന്ന് അറിയുക. ഇങ്ങനെ താഴത്തേക്കണ്ട് അടിയിക്ക് ഇങ്ങനെ പോവില്ലേ. എന്തായാലും ശരി, മോളിലേക്ക് നേരെ ഞങ്ങൾ മോളിലെത്തിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫുള്ളും ദുബായിലൊക്കെ ഫുള്ളും മാളുകളാണെന്ന്. അതിലൊക്കെ ഓരോരുത്തരും വെറൈറ്റി മാളാണ് കേട്ടോ. ഇത് ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ ഭംഗിയൊന്നും വേറെയല്ലേ. കണ്ടോ, തോണി പോലെ കണ്ടില്ലേ. നമ്മൾ ഏറ്റവും മുകളിലാണ് കണ്ടോ. താഴത്തുള്ള കാഴ്ചകളാണിത്. താഴത്തുള്ള കാഴ്ചകൾ തോണി പോലെയുള്ള അതിൽ കഫേ ഉണ്ട്, കോഫി ഷോപ്പ് എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവാണ്. കാരണം ഓരോ മാളിൻ്റെയും ഓരോ പ്രത്യേകത കാണണ്ടേ. അങ്ങനെ നമ്മുടെ ഇടതുവശത്തും വലതുവശത്തും മുന്നിലും പുറകിലും ഒക്കെ ആരുണ്ട്? മദാമ്മമാരും സായിപ്പും. നമ്മൾ ശരി മദാമ്മമാരും സായിപ്പും അല്ലടോ. ഇതിൽ കുറേ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇറാനിയൻ, സ്പാനിഷ്, ഒരുപാട് രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട് കേട്ടോ. എന്തായാലും ശരി, നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്ത് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ ഒരു എന്താ പറയുക, ഒരു ചതുരംഗമല്ല, ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചക്രവ്യൂഹം പോലെയാണ് അതിൻ്റെ ടോപ്പ് അല്ലേ. അങ്ങനെ വട്ടം അങ്ങനെ. എന്തായാലും ശരി, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അങ്ങനെ മാളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ പോണത് എങ്ങോട്ടെന്ന് വെച്ചാൽ, ചുമ്മാ പറയുന്നുണ്ട് വേറെ ഏതൊക്കെയൊക്കെയോ സ്ഥലങ്ങൾ. അപ്പോൾ റോഡിൻ്റെ ഭംഗിയും അതിൻ്റെ റോഡിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ ഭംഗിയും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ, മെട്രോ കയറിയിട്ടാണ് ഇനി നമ്മൾ അവിടേക്ക് എത്താൻ. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് നമുക്ക് വഴി കാണിച്ചു തന്നിട്ടോ. ഇവിടുന്ന് യൂബർ വിളിക്കണം. യൂബർ വിളിച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. ഇത് ഒക്കെ അവിടുത്തെ എന്താ പറയുക, ആളുകളുടെ വീടാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഒരു ശാന്തമായ ഒരു ഏരിയ കേട്ടോ ഈ ഒരു ഭാഗം. ദുബായിലൊക്കെ ഭയങ്കര ബഹളമൊക്കെയാണ്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഭാഗം കേട്ടോ. അതായത് 4 മണിക്കൊക്കെ നടക്കാനൊക്കെ, ഈവനിങ് വാക്ക്, മോർണിംഗ് വാക്ക് എന്നൊക്കെ പറയൂലേ, അങ്ങനെ നടക്കാനൊക്കെ നല്ലൊരു ഏരിയ കേട്ടോ. എനിക്ക് ഇവിടെ കണ്ടിട്ട് സെൽഫി എടുക്കണോ, ഫോട്ടോ എടുക്കണോ, വീഡിയോ എടുക്കണോ, അയ്യോ ഞാൻ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ആലീസിനെ പോലെയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അത്ഭുത ലോകത്തെത്തിയ പോലെയാണ് ഓരോ കാഴ്ചകൾ കാണുമ്പോഴും എനിക്ക് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മെട്രോ എത്തി. മെട്രോയിൽ ഇങ്ങനെ ട്രെയിന് കാത്തു നിൽക്കുവാണ്. അത് പിന്നെ എന്താ പറയുക, എൻ്റെ റീന് മോളൊക്കെ ക്ഷീണിച്ചു. അങ്ങനെ ട്രെയിനെത്തി. നമ്മൾ ട്രെയിനിൽ കയറി. വിശാലമായ ഒരു ട്രെയിന്. എന്താണെന്ന് വെച്ചാൽ അധികം തിരക്കോ ബഹളമോ ഒന്നുമില്ല കേട്ടോ. ചില ട്രെയിനിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. പക്ഷേ ഇതില്ലേ, നമ്മൾ ബസ്സിനൊക്കെ സ്ഥലം പിടിക്കണ പോലെ സ്ഥലം പിടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. എല്ലാവർക്കും ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി. നല്ലൊരു മനസ്സിന് ഒരു സംതൃപ്തി എന്നൊക്കെ പറയൂലേ, അങ്ങനെ. എന്തായാലും ശരി, ട്രെയിൻ ഇറങ്ങി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ പറയുക, നമ്മൾ വന്ന ഭാഗത്ത് തന്നെ എത്തണം. അത് അഷ്മോൻ്റെ ഭാഗമാണ്, ദുബായ് സെൻറ്റർ, ദുബായ് എന്ന് പറയും കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ആശുമൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു പെരിന്തൽമണ്ണക്കാരൻ്റെ കട എന്നൊക്കെ, നമ്മൾ നേരത്തെ ജ്യൂസൊക്കെ കുടിച്ചത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതും അയാളുടെ തന്നെയാണ്. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. ഇനി ഫുഡ് ഓർഡർ പറയുകയാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, ന്യൂസ് പേപ്പർ പോലും ഇങ്ങനെ നോക്കൂല, അങ്ങനെയാണ് മെനു കാർഡ് എടുത്ത് നോക്കണത് കേട്ടോ. ഹഷിമോന് ചാർജ് കുത്തുകയാണ്, ഫോണ് ചാർജ് തീർന്നു പറഞ്ഞിട്ട്. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് അറേബ്യനും കണ്ടോ, തനി നാടൻ ചട്ടിച്ചോറാണ് ഈ കാണിക്കണത് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ എല്ലാത്തരം ഫുഡും ഉണ്ട് ഇവിടെ. പക്ഷേ രാത്രി ആയതുകൊണ്ട് എല്ലാവർക്കും എന്തൊന്ന് മതി, പിന്നെ എന്താ പറയുക, തട്ടുദോശ അങ്ങനെയുള്ളത് മതി. അതായത് റൈസ് ഐറ്റംസേ വേണ്ടാന്നാക്കി എല്ലാവരും. അങ്ങനെ നമ്മളിതിൽ തിരയാണ്. സ്റ്റാർട്ടറുണ്ട്, പ്ലേറ്ററുണ്ട്, വെജിറ്റബിൾ എല്ലാം, സൂപ്പ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു എന്നറിയോ, എനിക്ക് പാലപ്പം മതി. പാൽ പൊറോട്ട പറഞ്ഞു. മനുവും അഷിമോനും
റിനുമോളും എന്തൊന്നാക്കി നെയ്ച്ചോറ്. പിന്നെ നമുക്ക് രാവ് പകലെന്നൊന്നുമില്ല കേട്ടോ. ചായ മസ്റ്റാണ്. എപ്പോൾ ചായ കിട്ടിയാലും നമ്മൾ കുടിക്കും. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ആദ്യം ഇത് കണ്ടോ വെജിറ്റബിൾ സാലഡ് വന്നിട്ടോ. ഇവരെ എന്താ പറയുക ലെറ്റ്യൂസ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇലകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്ത ഫുഡൊക്കെ എത്തി. അടിപൊളി തവ ഫ്രൈയും കാന്താരി ഫ്രൈയും ഡീർ ഇത് മാനിറച്ചിയാണ് കേട്ടോ. നല്ല വരട്ടിക്കണു മാനിറച്ചി. അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ മാനിറച്ചി. പിന്നെ അതുപോലെ തന്നെ ഉഷിൻ്റെ പാൽ പൊറോട്ട ഒന്നും പറയണ്ട. ഈ കാണുന്ന ഭംഗി തന്നെ കഴിക്കാൻ കേട്ടോ. അടിപൊളിയാണ്. അപാര ടേസ്റ്റ് എന്ന് വെച്ചാലും പോരാ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തെടുക്കാമെന്നായി. പാൽ പൊറോട്ട പുഷ് മാത്രമാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ബാക്കി 3 പേരും നെയ്ച്ചോറും ഞാൻ പാലപ്പവും. പിന്നെ എന്താ പറയുക നെയ്ച്ചോറ് എത്തി. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇന്നും ടേസ്റ്റ് നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പാലപ്പം മാത്രം ഞാൻ ആർക്കും കൊടുത്തില്ല. കാരണം അതിന് എല്ലാത്തിനേക്കാളും ടേസ്റ്റ് എനിക്ക് അതാ തോന്നിയത്. 2 തരം ഫിഷ് വാങ്ങിയത് കേട്ടോ. ഒന്ന് തവ ഫ്രൈയും ഒന്ന് കാന്താരിയും. എല്ലാം കഴിച്ച് അറഞ്ചം പുറഞ്ചം ഞങ്ങൾ കഴിച്ച് ആസ്വദിച്ച് എന്താ പറയുക മനസ്സും വയറും നിറഞ്ഞു അറിയൂലേ. പക്ഷേ വയറ് ഫുള്ളായിട്ട് ഇതൊക്കെ കൂടെ കഴിക്കാനൊന്നും പറ്റില്ല. എന്തായാലും ശരി ഞങ്ങൾ റൈസ് ബാക്കി വെച്ചാലും ഫിഷും ഡീറും ഒക്കെ ഫുള്ള് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചെയ്തല്ലാത്തൊരു ഉപകാരമില്ലടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ പോണ സ്ഥലത്തേക്ക് കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.